സംബന്ധിച്ചിടത്തോളം അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച. ഇന്ന് നമ്മുടെ രൂപതയുടെ പിതാവും ബലകൃഷ്ണമായ മാർ ജെയിംസ് പിതാവ് ആദ്യമായിട്ട് രൂപത അധ്യക്ഷനായിട്ട് നമ്മുടെ ഇടയിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം. നമുക്കറിയാം, ഇതിനു മുമ്പ് ശംഷാബാദ രൂപതയുടെ കീഴിലായിരുന്നു. ഈ കഴിഞ്ഞ സിനഡിന് ശേഷം നാം ഇപ്പോൾ സാഗർ രൂപതയുടെ കീഴിലാണ്. കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള മീറ്റിംഗിൽ നമുക്ക് സംസാരിക്കാം. ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പിതാവിനെ നമ്മുടെ സമൂഹത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കൈക്കാരന്മാർ ഇപ്പോൾ ഒരു സാമ്പിളിംഗ് നൽകി പിതാവിനെ സ്വീകരിക്കും. അതിനുശേഷം കത്തിച്ച തിരി അവരുടെ പിതാവിന് വികാരിച്ച് നൽകി നമ്മുടെ ഇടവകയിൽ പ്രകാശമായിട്ട് പിതാവിനും പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിരിക്കുക. Nava
നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. പാപത്തിൻ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തണലിൽ അഭയം തേടാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവ്വാധിപനായ
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ പാടിടുവിൻ സർവ്വരുമൊന്നായി പാടിടുവിൻ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. വിശുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ കാണുന്നു, ദുശാഠ്യക്കാരായ ഒരു ജനം. അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമ്മാണം ചെയ്യാൻ പോകുന്നു. എന്നെ തടയരുത്. അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴും മല കത്തിയിരിക്കുകയായിരുന്നു. ഉടമ്പടിയിൽ 2 വലകൾ എൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. ആത്മീയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ 2 വലകളും വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ അവ ഉടച്ചു കളഞ്ഞു. അനന്തരം മുൻപിലത്തേതുപോലെ 40 പകലും 40 രാവും ഞാൻ കർത്താവിന്റെ മുൻപിൽ ഉണർച്ചു കിടന്നു. നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു പാപം ചെയ്ത് അവിടുത്തെ കൂതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. എന്തെന്നാൽ നിങ്ങളെ വിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജനിക്കുകയായിരുന്നു. അതിനാൽ എനിക്ക് ഭയമായിരുന്നു. എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അഹരോനോടും കർത്താവ് കോപിച്ചു. അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഞാനത് തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് തൂളിയാക്കി മലയിൽ നിന്ന് ഒഴിവ് വരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു. തവയനായാലും മാസായാലും കിബ്രോത്ത് ഹത്താവായാലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുകയും എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദേശ് ബർന്നേയിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല, അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ഇക്കാര്യങ്ങളാണ്. The reading from the book of Isaiah, chapter 26, verses 1 to 19. On that day, this song will be sung in the land of Judah. We have a strong city. He sets up victory, like walls and bulwarks. Open the gates, so that the righteous nation that keeps faith may enter in. Those of steadfast mind you keep in peace, because they trust in you. Trust in the Lord forever, for in the Lord God you have an everlasting rock. For he has brought low the inhabitants of the height. The lofty city he lays low. He lays it low to the ground, casts it to the dust. The foot tramples it, the feet of the poor, the steps of the needy. The way of the righteous is level. O just one, you make smooth the path of the righteous. In the path of your judgments, O Lord,
we wait for you. Your name and your renown are the soul's desire. My soul yearns for you in the night. My spirit within me earnestly seeks you. For when your judgments are in the earth, the inhabitants of the world learn righteousness. If favor is shown to the wicked, they do not learn righteousness. In the land of uprightness, they deal perversely and do not see the majesty of the Lord. O Lord, your hand is lifted up, but they do not see it. Let them see your zeal for your people and be ashamed. Let the fire for your adversaries consume them. O Lord, you will ordain peace for us. For indeed, all that we have done, you have done for us. O Lord our God, other lords besides you have ruled over us, but we acknowledge your name alone. The dead do not leave, shades do not rise, because you have punished and destroyed them, and wiped out all memory of them. But you have increased the nation. O Lord, you have increased the nation. You are glorified. You have enlarged all the borders of the land. O Lord, in distress they sought you. They poured out a prayer when your chastening was on them, like a woman with child, who writes and cries out in her pants. When she is near her time, so will she because of you. O Lord, we were with child, we righted, but we gave birth only to wind. We have won no victories on earth, and no one is born to inhabit the world. Your dead shall live, their corpses shall rise, or dwellers in the dust, awake and sing for joy. For your dew is a radiant dew, and the earth will give birth to those long dead. This is the word of the Lord. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
പിതാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. മിശിഹായിലേക്കട്ടെ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായിയുടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നെ കനിയണമേ. എന്റെ മകളെ പിശാച് കഠിനമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ നിന്ന് അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവർ വന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പക്ഷെ അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുകൊണ്ടാണല്ലോ ജീവിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, മക്കളെ, ഇന്നത്തെ സുവിശേഷത്തില് വിജാത പ്രദേശമായ ടയർ ആൻഡ് സീദോൻ നഗരങ്ങളിലേക്ക് യേശു പോകുന്നതായിട്ടാണ് നാം കാണുക. സഭാപിതാക്കന്മാർ പറയുക, സ്വന്തം ജനമായ യഹൂദർ
രക്ഷയുടെ സുവിശേഷം സ്വീകരിക്കാതിരുന്നത് കൊണ്ടാണ് യേശു വിജാതിയുടെ പട്ടണങ്ങളിലേക്ക് സ്ഥലത്തിലേക്ക് പോയത് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത് തന്റെ ശിഷ്യന്മാരോട് യേശു നൽകുന്ന ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾ നഷ്ടപ്പെട്ട ഇസ്രായേൽക്കാരുടെ അടുക്കിലേക്ക് പോകുവാനായിട്ടാണ് നിർദ്ദേശിക്കുക. പക്ഷേ ഇപ്പോൾ യേശു വിജാതിയുടെ അടുക്കിലേക്ക് പോകുന്നതായി നാം കാണുന്നു. യേശു ഈ ലോകത്തിൽ വന്നത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, ഈ സകല ജനങ്ങൾക്കും വേണ്ടിയാണ്, ലോകത്തിന് രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. ഉചിതനായ യേശുവിന്റെ ആഹ്വാനം നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുവാനാണ്. 2 ദിവസം കഴിയുമ്പോൾ നാം ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മിഷൻ മാസമാണ്. ആഗോളസഭ മിഷൻ സൺഡേ ഒക്ടോബർ 19-ാം തീയതി ആചരിക്കും. സീറോ മലബാർ സഭ ഒക്ടോബർ മാസം മുഴുവൻ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും മിഷന്മാരെ പ്രോത്സാഹിപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ മിഷണറി കമ്മിറ്റികളെ പറ്റി നമുക്ക് ചിന്തിക്കുകയും കൂടുതൽ ഉത്സാഹത്തോടെ മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മിഷണറി എന്നാണ്. To be a Christian is to be a missionary. നാം എല്ലാവരും ക്രിസ്തുവിന്റെ സുവിശേഷം, യേശുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ ആ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാം സാഗർ രൂപതയുടെ മിഷൻ രൂപതയുടെ കീഴിൽ ആ രൂപതയിലേക്ക് വന്നിരിക്കുകയാണ്. അത് മിഷൻ രൂപതയാണ്. ഇപ്പോൾ 18 സിവിൽ ഡിസ്ട്രിക്ട്സിൽ അത് പരന്നു കിടക്കുകയാണ്. നമുക്കറിയാം, ഈ സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തുവിനെ അറിയുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ആ മിഷൻ ചൈതന്യം വളർത്തിയെടുക്കാം. 1-ാം തീയതി കൊച്ചു ത്രേസ്യാപുണ്യവതിയുടെ തിരുനാളാണ്. മിഷൻ മധ്യസ്ഥയാണ്. അതുപോലെ സാഗരപതിയുടെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. കോൺവെന്റിന്റെ പുറത്ത് ഒരിടത്തും പോയി പ്രസംഗിച്ചില്ല, ആരെയും മാമോദിസ മുഖിയില്ല. പക്ഷെ അവള് മിഷന്റെ മധ്യസ്ഥയായി തീർന്നു. കാരണം ആത്മാക്കളെ നേടുവാനായിട്ടുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും സഹനങ്ങളും എല്ലാം അതിനുവേണ്ടി സമർപ്പിച്ചു. അങ്ങനെ അവർ വിശുദ്ധിയായി മിഷന്റെ മധ്യസ്ഥയായി. ഈ അവസരത്തിൽ നമുക്ക് മിഷന്റെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യാം. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ട് നാം കാണുക, കാനാൻകാരി സ്ത്രീ യേശുവിനെ സമീപിക്കുന്നതും അവരുടെ വിശ്വാസം കണ്ട് അവരുടെ മകളെ സൗഖ്യപ്പെടുത്തുന്നതുമാണ്. സഹിക്കുന്നവരുടെ കൂടെ നടക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. സഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ നിശബ്ദനല്ല നമ്മുടെ ദൈവം. ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യം കാണുമ്പോൾ അങ്ങനെ തോന്നും. കാനാൻകാരി സ്ത്രീ യേശുവിനെ സമീപിക്കുന്നുണ്ട്. യേശു നിശബ്ദനാണ്, ഗൗനിക്കുന്നയില്ല. ശിഷ്യന്മാരെ അടുത്ത് വന്ന് കൂടുതൽ നിർബന്ധിക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആൻസറാണ് ഈശോ നൽകുക. അവസാനം അവളുടെ വിശ്വാസം കൊണ്ട് അവളെ യേശുവിനെ വിടാതെ മുറുകെ പിടിച്ച് യേശുവിനോട് പറയുന്നത്, വീട്ടിലെ നായ്ക്കൾ കൊച്ച് നായ്ക്കുട്ടികളുമൊക്കെ യജമാനന്റെ ഹയസിൽ നിന്ന് വരുന്ന അർത്ഥപ്രശ്നം കൊണ്ട് ജീവിക്കുന്നവരാണ്.
അപ്പോൾ ആ വിശ്വാസം കണ്ട് യേശു അവരുടെ മകളെ സൗഖ്യമാക്കുകയാണ്. സഭാപിതാവായ അഗസ്തീനോസ് പറയുന്നുണ്ട്, യേശുവിന് അറിയാമായിരുന്നു അവളുടെ വിശ്വാസം, അവളുടെ തീഷ്ണത. ഈ യേശു മൗനമായിരുന്നതും ഈ ആൻസർ കൊടുക്കുന്നതുമൊക്കെ അവളെ കൂടുതൽ എളിമയുള്ളവളാക്കുവാനും അവരുടെ വിശ്വാസം ജ്വലിപ്പിക്കുവാനും അത് അവളെ ഒരു മാതൃകയാക്കി മറ്റുള്ളവർക്ക് സ്ഥാപിക്കുവാനും വേണ്ടിയിട്ടാണ്. സഹിക്കുന്നവരുടെ പ്രാർത്ഥനകളുടെ മുമ്പിൽ നിശബ്ദനല്ല ദൈവം. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവർ ഉത്തരം നൽകുന്ന ദൈവമാണ് നമുക്കുള്ളത്. അവരോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. പഴയ നിയമത്തിൽ നാം കാണും, ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സ്നേഹിക്കുന്നവന്റെ കൂടെ ആ ദൈവം ഉണ്ടായിരുന്നു. ഷദ്രാഖ്, മെഷേക്ക്, അബ്നെബാദ് എന്ന 3 ചെറുപ്പക്കാരെ നബൂഖദ്നേസർ എന്ന രാജാവ് തീക്കുണ്ടത്തിലെറിയുമ്പോൾ അവരെ കത്തിച്ചൊലിക്കുവാൻ വേണ്ടിയിട്ടാണ് എഴുതി കൊടുത്തത്. പക്ഷേ ആ രാജാവും ജനങ്ങളും കണ്ടത് അവരോടൊപ്പം 4ാമതൊരാളും സഞ്ചരിക്കുകയാണ്. ആ 4ാമതാളും സഞ്ചരിക്കുന്നത് ദൈവസംരക്ഷണത്തിന്റെ നിറമാണ്, ദൈവം പരിപാലിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിപാലന ഈ വേദനകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ ഉണ്ട്. പലപ്പോഴും നാം സഹിക്കുമ്പോൾ അത് മനസ്സിലാക്കി എന്ന് വരികയില്ല. ഉചിതനായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടിയുണ്ട് എന്ന്. സഹനങ്ങളില്ല എന്ന് പറയുന്നില്ല, സഹനങ്ങൾ വരികയില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു വാഗ്ദാനമുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. ആ അനുഗ്രഹം മതി നമുക്ക്, ആ സംരക്ഷണം മതി, അവിടുത്തെ പ്രസൻസ് മതി. ആ ചൈതന്യത്തില്, ആ വിശ്വാസത്തില് ഏത് കൊടുങ്കാറ്റിനെയും ഏത് സഹനങ്ങളെയും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാനാൻകാരി യേശുവിനെ മുറുകെ പിടിച്ചതുപോലെ യേശുവിന്റെ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രതിസന്ധികളും നിരാശയും എല്ലാം ഉണ്ടായി മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടും യേശുവിന്റെ പിന്നാലെ പോലെ ആ ഒരു തികഞ്ഞ വിശ്വാസം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സഹനങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. കേൾക്കുന്ന പ്രാർത്ഥനയുടെ നിർവൃതിയേക്കാൾ കൂടുതൽ കേൾക്കാത്ത യാതനയുടെ നിസ്സഹായതയിൽ ദൈവത്തിന്റെ ശക്തി ചിലപ്പോൾ കൂടുതൽ പ്രകടമാകുന്നു. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതിന് സ്വീകരിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് സംഭരിക്കാം. അതിനെ അത്രയധികം ആഴമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപേക്ഷിക്കുവാനായിട്ട് ദൈവത്തെ മറികടന്ന് ദൈവത്തെയും ദേവാലയത്തെയും ഉപേക്ഷിച്ചു പോകുവാൻ എളുപ്പമാണ്. പക്ഷേ നമ്മോടൊത്തുള്ള, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പമുള്ള ആ ദൈവത്തിന്റെ കരം പിടിക്കുവാനായിട്ട്, പലിച്ചെറിഞ്ഞാലും അള്ളിപ്പിടിച്ചിരിക്കുവാനായിട്ട് ഉള്ള വിശ്വാസം നമുക്ക് വേണം. എങ്കിലേ നമ്മുടെ ജീവിതം കൂടുതൽ സഫലമാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാവുകയുള്ളൂ, നമ്മുടെ സഹനങ്ങളുടെയും മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ട പെർസ്പെക്റ്റീവിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ കാനാൻകാരിയുടെ സംഭവത്തിൽ നിന്നുള്ള ലെസൺസ് സ്വീകരിക്കാം, വിശ്വാസത്തിൽ വളരാം, നമ്മെ തന്നെ പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുക്കാം, അങ്ങനെ വിശ്വാസത്തിൽ വളരുകയും ചെയ്യാം. In today's gospel we heard about the Canaanite woman, one who consistently with faith followed Jesus. In spite of the silence of Jesus, in spite of the rejection of Jesus, she clung to Jesus, and finally Jesus praises her faith and heals his daughter. Let us pray for such a deep faith.
in spite of the silence of God, in spite of the seemingly rejection of God, let us realize God is walking with us. The one who promised that I will be with you till the end of the universe is with us, and with his strength we can go ahead and overcome any difficulties, challenges, and persecutions, God willing. Let us surrender ourselves into the hands of this loving Jesus and go ahead in our Christian life. ദൈവമേനാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുവാന് ഷിബു തോമസ് ആൻഡ് ഫാമിലി, ക്ലെയർ നൈസ് ആൻഡ് ഫാമിലി, ഏബ്രഹാം ജോസഫ് ആൻഡ് ഫാമിലി, പി ടി ജോസ് ആൻഡ് ഫാമിലി, അന്നമ്മ ദേവസ്യ, ഡേസി തോമസ് ആൻഡ് ഫാമിലി, വർക്കി കൊയിലൂടെ ആത്മശാന്തിക്കായിട്ട് തോമസ് ജോസഫ് ആൻഡ് ഫാമിലി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത വിശുദ്ധായി തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധിയോടും വിശുദ്ധ ധൈര്യത്തോടും കൂടെ ജീവിതകാര്യങ്ങളോട് നിനക്ക് ശുശ്രൂഷിക്കാൻ സമാധാനയിലെ ശക്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം ശിശുമാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധായി വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എഴുതിയേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യമാക്കി കുരിശിന്റെ കാലത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവാറിയോ 14-ാമൻ മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ റാഫേൽ തട്ടിൽ ഞങ്ങളുടെ അതിരൂഢാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനെയും ഞങ്ങളുടെ രൂഢാധ്യക്ഷനായ ജെയിംസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി ദേവദൂതന്മാരാൽ പരിസേവിതരായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ ആഗതനാകുമ്പോൾ വിശുദ്ധരോട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ബസ്സുകാരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും ഞങ്ങളുടെ സാർവത്രികവും ശ്ലൈംഗികവുമായ സഭയുടെ മേലങ്ങളുടെ നിറഞ്ഞ ഫലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി ബന്ധപ്പെടുത്തുന്ന നീയുടെ പ്രവൃത്തികളാണ് ജീവിതകാലം മുഴുവനും അങ്ങയെ ദുരിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൃഢമായി ശരണപ്പെട്ടു.
പരിശുദ്ധ
Hallelujah.
സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ത്രികത്തിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അങ്ങനെയുള്ള സകലത്തെയും ഗരിമോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ മറ്റുള്ള കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അനുഗ്രഹമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഗ്രഹമായ ഗോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഈ സുഖീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൈവത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരുമാകുന്നവരുമായി ദാസും അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധിപതിച്ചു ഞങ്ങളെ സമുദ്രിക്കുകയും എതിരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ തിരുപതാധ്യക്ഷനായ ഞങ്ങളുടെ പിതാവും ഉപതാധ്യക്ഷമായ പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വധകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ മിച്ചം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പരിശുദ്ധവർക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായിരിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദുർബലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശുദ്ധീകരണത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷിക്കനുമായ ഈശ്വരശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഭവനീയവും ഭയഭക്തിയവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏൽപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങൾക്കുള്ള നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ
അവിടുത്തെ സിംഹാസനമായി വിശുദ്ധപ്പെടുകയും പാപമോചനമായ ശരീരത്തിന്റെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. മണ്ഡപത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ശരണത്തോട് അപരാധത്തിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര ചെയ്തികൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകൾ കടകളും മേടിച്ച് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശ്രദ്ധത്തിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവിന്റെ ശരീരവും ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ക്ഷമിക്കണമേ. മഹോന്നതയുമായ ഞങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആചരണങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ
ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യമേ, അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിലെ നാഥാ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. കടന്നിരിക്കുന്ന മോചനത്തിനായി ദാസർക്കും സ്വർഗീയാപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവസത്തെ സമീപിക്കുകയും മാനാമാലയെടുത്ത് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവം ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം. നീനിൽ പിരിയാതെ നീ വേണം. ആദ്രമായ
വാനിൽ മൂടും മായാരാഗം പോൽ മായാതെ ചേരും നെഞ്ചിൽ നീയാകെ പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്വതന്ത്രപക്ഷത്തിലും ജീവിതാഗ്രഹം ദൈവികമായ ജീവൻ പങ്കുകൊള്ളാം. രോഗരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവരും ധാരാള ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ പുരുഷന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് ഇടനാമം മഹത്വപ്പെടുത്താൻ അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെ പുത്രീകരിക്കുന്നതിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സംരക്ഷിതരായി തീരട്ടെ.